എല്ലാവർക്കും നമ്മുടെ ടെക്നോട്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. Realme GT Neo 2 സെപ്റ്റംബർ 22-ാം തീയതി ലോഞ്ച് ചെയ്യാൻ പോവാണ്. കമ്പനി അത് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. 6.62 ഇഞ്ച് ഫുൾ HD AMOLED ഡിസ്പ്ലേയും 120 Hz റിഫ്രഷ് റേറ്റ് കൂടാതെ സ്നാപ്ഡ്രാഗന്റെ 870 SoC നമുക്ക് 12 GB വരെ ഉള്ള വേരിയന്റ് ലഭ്യമാകും. അതേപോലെ തന്നെ ഇന്റർണൽ സ്റ്റോറേജ് എന്ന് പറയുന്നത് 256 ആണ്. 4500 ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഈ ഒരു പ്രോഡക്റ്റിന്റെ കൂടെ 65 വാട്ട് ഫാസ്റ്റ് ചാർജറും ലഭ്യമാകും. 64 MB പ്രൈമറി ക്യാമറയും 16 MB ഫ്രണ്ട് ക്യാമറയൊക്കെ ആയിട്ടായിരിക്കും ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് ലഭ്യമാകുക. എന്തായാലും സെപ്റ്റംബർ 22-ാം തീയതി ചൈന ടൈം 2 മണിക്ക്, അതായത് ഇന്ത്യൻ ടൈം ഒരു 11:30 കൂടിയിട്ട് നമുക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി അടുത്തത് നോക്കുവാണെങ്കിൽ ഷവോമിയുടെ പുതിയൊരു ടീസർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ന്യൂ ലൈറ്റ് ഈസ് കമ്മിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വരുന്ന സെപ്റ്റംബർ 15-ാം തീയതി ഒരു ഗ്ലോബൽ ഈവന്റ് അവിടെ നടക്കാൻ പോവുകയാണ്. നമ്മുടെ ഷവോമി 11T സീരീസിലുള്ള പ്രോഡക്റ്റുകളും MI Pad 5 ഒക്കെ അന്ന് അവർ ലോഞ്ച് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അടുത്തൊരു പ്രോഡക്റ്റും കൂടി ലോഞ്ച് ആകാൻ പോവുകയാണ്, ഷവോമി 11T Lite 5G NE എന്ന് പറയുന്നത്. അതായത് ആ ഒരു പഴയ ഷവോമി MI 11 Lite 5Gയുടെ ഒരു ന്യൂവർ വേർഷൻ ആയിരിക്കും ഈ ഒരു ഷവോമി 11T Lite 5G NE എന്ന് പറയുന്നത്. സ്പെക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം തന്നെ റൂമേഡ് ആണ്. 6.5 ഇഞ്ച് ഫുൾ HD AMOLED ഡിസ്പ്ലേയും 90 Hz റിഫ്രഷ് റേറ്റ്, 64 MB പ്രൈമറി ക്യാമറ, 16 MB ഫ്രണ്ട് ക്യാമറ. ഇവിടെയും നമ്മുടെ ആ ഒരു അപ് ടു 5 GB റാമും അപ് ടു 256 സ്റ്റോറേജും ഒക്കെ ആയിരിക്കും. 4250 mAh ബാറ്ററി കപ്പാസിറ്റിയോട് കൂടിയിട്ട് 33 വാട്ട് ഫാസ്റ്റ് ചാർജർ ഒക്കെ ആയിരിക്കാം ഈ ഒരു പ്രോഡക്റ്റിന്റെ കൂടെ ലഭ്യമാകാൻ പോവുക. യൂറോ റേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 329 യൂറോ ആയിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ റേറ്റ് നോക്കുകയാണെങ്കിൽ 25,000 രൂപയ്ക്ക് അകത്തായിരിക്കാം നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ലഭ്യമാകുന്നത്. ഇനി അടുത്ത നോക്കുകയാണെങ്കിൽ ഓപ്പോ ColorOS 12 സെപ്റ്റംബർ 16-ാം തീയതി ലോഞ്ച് ആകുമെന്ന് കമ്പനി കൺഫേം ചെയ്തിട്ടുണ്ട്. ചൈന സമയം വൈകിട്ട് 6 മണി, എന്നാൽ നമ്മുടെ ഇന്ത്യൻ ടൈം നോക്കുമ്പോഴത്തേക്ക് ഒരു 3:30 കൂടിയിട്ടാണ് ഈ ഒരു ColorOS 12 ലോഞ്ച് ആകുന്നത്. ഡാവിഞ്ചി എന്നാണ് ഈ ഒരു കോഡ് നെയിമിന് അവർ ഇവിടെ കൊടുത്തിരിക്കുന്ന പേരെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ആൻഡ്രോയിഡ് 12 ബേസ്ഡ് ആണ് ഈ ഒരു ColorOS 12 എന്ന് പറയുന്നത്. സ്മാർട്ട് ഫോണ്, ടാബ്ലറ്റ്, അതുപോലെ തന്നെ സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ 3 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിവൈസസിലും ഈ ഒരു ColorOS 12 സപ്പോർട്ട് ചെയ്യുന്നു വിശ്വസിക്കുന്നുണ്ട്. ഇതിനകത്തുള്ളൊരു ഫീച്ചർ നോക്കുവാണെങ്കിൽ ക്രോസ് സ്ക്രീൻ ഇന്റർ കണക്ഷൻ ഫീച്ചർ ഇതിനകത്തുണ്ടെന്നുള്ളതാണ്. അതായത് സെയിം ആ ഒരു ഹുവാവേ മൾട്ടി സ്ക്രീൻ കൊളാബറേഷൻ അതേപോലത്തെ ഒരു സംഭവമാണ് ഇവിടെ അവർ കൊണ്ടുവരുന്നതെന്നുള്ളതാണ് ഈ ഒരു ക്രോസ് സ്ക്രീൻ ഇന്റർ കണക്ഷനിലൂടെ. ഇനി അടുത്ത നോക്കുവാണെങ്കിൽ ലെനോവോയുടെ യോഗ സീരീസിലുള്ള 2 ലാപ്ടോപ്പ് ലോഞ്ച് ആയിട്ടുണ്ട്, യോഗ സ്ലിം 7ഉം സ്ലിം 7 പ്രോയും. എന്തായാലും ഈ 2 പ്രോഡക്റ്റുകളും വരുന്നത് വിൻഡോസ് 11 OS-ലാണെന്നുള്ളതാണ്. യോഗ സ്ലിം 7 കാർബണിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഡിസ്പ്ലേ ആണെങ്കിൽ 14 ഇഞ്ച് QHD+ OLED ഡിസ്പ്ലേ ആണ്. സാംസങ് ആണ് ഈ ഒരു ഡിസ്പ്ലേ നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ 90 Hz റിഫ്രഷ് റേറ്റും AMD Ryzen 7 5800Uന്റെ കൂടെ നമുക്ക് AMD Radeon ഗ്രാഫിക്സ് ആണ് ലഭ്യമാകുന്നത്. എന്നാൽ യൂസേഴ്സിന് നമുക്ക് ചോയ്സ് ഉണ്ട് മാറ്റാനായിട്ട് NVIDIA GeForce MX 450 16 GB LPDDR4 റാമും 1TB M.2 SSD ഒക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന് കൂടെ ലഭ്യമാകുന്ന മറ്റുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. $1289, അതായത് ഒരു 94,800 രൂപ അടുപ്പിച്ചിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റിന് നമ്മുടെ വില എന്ന് പറയുന്നത്. ഇനി യോഗ സ്ലിം 7 പ്രോനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 16 ഇഞ്ച് QHD IPS ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ ആണ് നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിന് കൂടെ ലഭ്യമാകുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. അതുപോലെ തന്നെ AMD Ryzen 7 5880ന്റെ കൂടെ NVIDIA GeForceന്റെ RTX 3050 GPU ആണെന്നുള്ളതാണ്. അപ് ടു 16 GB DDR4ന്റെ ഒരു ഡ്യുവൽ ചാനൽസ് ഉണ്ട്. അതേപോലെ തന്നെ 1TB M.2 SSD സ്റ്റോറേജും ഒക്കെ നമുക്ക് ഇതിനകത്ത് സപ്പോർട്ട് ആകും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ആ ഒരു ടെക് ന്യൂസിൽ പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഓഫേഴ്സ് നോക്കുകയാണെങ്കിൽ ആമസോണിൽ ലക്ഷറി ആൻഡ് പ്രൊഫഷണൽ ബ്യൂട്ടി പ്രോഡക്റ്റുകൾക്ക് അപ് ടു 40% ഓഫ് ഉണ്ട്. അതേപോലെ തന്നെ 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും SBI ക്രെഡിറ്റ് കാർഡ് ഉണ്ടെങ്കിൽ ലഭ്യമാകുന്നതാണ്. കൂടാതെ നമ്മുടെ ബുക്ക് ബാസാർ ഡേയ്സ് നാളെ കൂടിയേ ഉള്ളൂ. അപ് ടു 40% ഓഫിൽ നമുക്ക് ബുക്കുകൾ വാങ്ങിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി ഫ്ലിപ്കാർട്ടിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സ് ഇതേ വരാൻ പോവുകയാണ്. അതിൻ്റെ ഒരു ഫ്ലെയർ ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. എന്താണെന്നൊന്നും കൂടുതലൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ആ ഒരു ബിഗ് ബില്യൺ ഡേയ്സ് ഉടനെ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ്. കൂടാതെ നമ്മുടെ ആ ഒരു ബോട്ടിൻ്റെ സ്പീക്കേഴ്സിന് ഇപ്പോൾ അത്യാവശ്യം നല്ല റേറ്റിന് ഓഫർ റേറ്റിന് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു ടെക്നോട്സിൻ്റെ എപ്പിസോഡിലൂടെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടത്. എന്തായാലും ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.